ബിഗ് ബോസ് സീസൺ 6ന്റെ പാർട്ട് 2 പ്രഡിക്ഷൻ ലിസ്റ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6ന്റെ പാർട്ട് 1 പ്രഡിക്ഷൻ ലിസ്റ്റിലെ 20 പേര് കോള് പോയിട്ടുള്ള, ബിഗ് ബോസിൽ നിന്ന് ഓഡിഷൻ കോള് പോയിട്ടുള്ള 20 പേരുടെ പാർട്ട് 1 പ്രഡിക്ഷൻ ലിസ്റ്റിന്റെ ലിങ്ക് താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുവഴി കയറി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് പാർട്ട് 2 ആണ്. ബിഗ് ബോസിൽ നിന്ന് ഓഡിഷൻ കോള് പോയവരെ മാത്രം നമ്മൾ അന്വേഷിച്ച് ബിഗ് ബോസിൽ നിന്ന് ഓഡിഷൻ കോള് പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്താറുള്ളൂ. ഈ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള ആളുകൾ എല്ലാവരും ബിഗ് ബോസ് സീസൺ 6ന്റെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകുമെന്ന് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. അത് കൺഫേംഡ് ലിസ്റ്റ് ഏകദേശം ബിഗ് ബോസ് തുടങ്ങുന്നതിന് 2-3 നാളുകൾക്ക് മുന്നേ നമുക്ക് അതറിയാൻ കഴിയുള്ളൂ. അതറിഞ്ഞാലും നമ്മൾ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യില്ല. അത് നിങ്ങൾക്ക് ബിഗ് ബോസിൽ തന്നെ കാണാൻ കഴിയുള്ളൂ. കാരണം അങ്ങനെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ബിഗ് ബോസിലേക്കുള്ള പോക്കിനെ ബാധിക്കുന്ന രീതിയിലായി പോകും. അപ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ 6ന്റെ പ്രഡിക്ഷൻ ലിസ്റ്റ് പാർട്ട് 2ലേക്കാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് തന്നെ പേര് പറയാനുള്ളത് നമ്മുടെ സ്റ്റാർ മാജിക്കും അതുപോലെ തന്നെ ഒട്ടനവധി സിനിമകളിൽ കൂടെ ഫെയിം ആയിട്ടുള്ള ബിനു അടിമാലിയുടെ പേര് തന്നെയാണ്. പുള്ളിക്ക് പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓഡിഷൻ കോൾ പോയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ബിനു അടിമാലി എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് ഉപ്പും മുളകും ഫെയിം, അതിലുപരി ഏഷ്യാനെറ്റിൻ്റെ ഉൾപ്പെടെയുള്ള ഒട്ടനവധി സീരിയലുകളിലും അഭിനയിച്ചിട്ടുള്ള രാജേഷ് ഹെബ്ബാർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. സിനിമകളിലും വലിയ വേഷങ്ങളല്ലെങ്കിലും സിനിമകളിലും അത്യാവശ്യത്തിനൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ്. ഒട്ടനവധി സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ ഏഷ്യാനെറ്റിലും അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ടിവിയിലൊക്കെ ഉൾപ്പെട്ട ഒരുപാടധികം സീരിയലിൽ അഭിനയിച്ച് ആണ് നമ്മുടെ രാജേഷ് ഹെബ്ബാർ. അപ്പോൾ പ്രഡിക്ഷൻ ലിസ്റ്റിലെ രണ്ടാമത്തത് രാജേഷ് ഹെബ്ബാറാണ്. അടുത്തത് നമ്മുടെ സ്വാന്തനം സീരിയലിൽ അഭിനയിക്കുന്ന അച്ചു സുഗത്. ഇപ്പോൾ സ്വാന്തനം സീരിയലിൽ നല്ല ആക്റ്റീവായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിലേക്ക് പോകുമെന്നറിയില്ല. കാരണം അതൊക്കെ ഓരോരുത്തരുടെ ഉള്ളിൽ ഇരിപ്പ് പോലെ ഇരിക്കും. കാരണം ബിഗ് ബോസിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് ആ ഒരു സീരിയലിനേക്കാളും ഫെയിം കിട്ടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോകും. സീരിയലിൽ ആക്റ്റീവായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അത് ഡ്രോപ്പ് ചെയ്ത് പോയ ഒരുപാട് പേര് ബിഗ് ബോസിൽ ഇതിന് മുന്നും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുപരി സീരിയലിൽ അഭിനയിക്കുന്നതിലുപരി സോഷ്യൽ മീഡിയയിലും ആക്റ്റീവാണ്. ഒട്ടനവധി ഷോർട്ട് ഫിലിമുകൾ പ്രൊഡ്യൂസും ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. അതിലുപരി സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിലുള്ള ഫോളോവേഴ്സ് ഉണ്ട്. യൂട്യൂബിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും അച്ചു സുഗത് എന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ദെൻ അടുത്തത് ബീന ആൻ്റണി. ബീന ആൻ്റണിയുടെ പേര് ഏകദേശം ഉറപ്പിക്കാവുന്ന രീതിയിലുള്ളതാണ്. കാരണം ഒരു സീനിയർ സിറ്റിസൺ, ഒരു സീനിയർ ലേഡി, എല്ലാ ബിഗ് ബോസിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് എല്ലാത്തിലും ഒരു സീനിയർ ലേഡി ഉണ്ടാകും. ബീന ആൻ്റണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് സീസൺ 4, 5 എല്ലാത്തിലും ഉൾപ്പെട്ട ഒരു, അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ആളുകളിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ചെന്ന് കഴിഞ്ഞാൽ നല്ല പേയ്മെൻറ്റും കിട്ടും. ഇപ്പോൾ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിപ്പുണ്ട്. നമ്മുടെ മൗനരാഗം സീരിയലിൽ ആക്റ്റീവായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നല്ലൊരു സ്ട്രോങ് ക്യാരക്ടറാണ് അതിൽ ചെയ്യുന്നത്. അതുകൊണ്ടും പോകോ ഇല്ലേ നമുക്ക് പറയാൻ കഴിയില്ല. അത് പുള്ളിക്കാരത്തിക്ക് ഫെയിം കൂടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, പുള്ളിക്കാരത്തിൻ്റെ ഹസ്ബൻഡ് നമ്മുടെ നിങ്ങൾക്കറിയാം, പുള്ളിക്കാരൻ യൂട്യൂബിൽ ബിഗ് ബോസിൻ്റെ കണ്ടന്റ് ഒക്കെ റിവ്യൂ ചെയ്യുന്ന ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ദെൻ അടുത്തത് പറയാനുള്ളത് അലീഷ നായർ, നമ്മുടെ റൈഡർ ഗേളായിട്ടുള്ള അലീഷ നായർ. ബിഗ് ബോസ് ഹിന്ദി ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ബിഗ് ബോസിൻ്റെ ഹിന്ദിയുടെ 2 പ്രൊഡിക്ഷൻ ലിസ്റ്റിലുണ്ടായിരുന്നു. ഒരു സീസണിൻ്റെ ഓഡീഷൻ കോൾ പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് എത്തിയപ്പോൾ അതിൽ കിട്ടാതെ പോയ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഹിന്ദിയിൽ വരെ ഓഡീഷൻ കോൾ പോയ ഒരു അത്രയും സ്ട്രോങ് ആയിട്ട് ഒരാൾ തന്നെയാണ്. നമ്മുടെ കേരളത്തിലെ ബിഗ് ബോസിലേക്ക് വരാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ്, ഉണ്ടാകുമെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്ന കുറേ പേരുണ്ട്. പുള്ളിക്കാരത്തിക്ക് നല്ല ഫാൻ ബേസും ഉണ്ട്. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ആയിട്ട് അലീഷ നായർ എന്ന് അടിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാം. ദെൻ അടുത്തത് മാല പാർവതി, നമ്മുടെ RDX മറ്റേ കുഞ്ഞോളമ്മയായിട്ടൊക്കെ അഭിനയിച്ചത്. അതിലുപരി ഒരുപാടധികം സിനിമകളിൽ വേഷം ഇട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ ബീന ആൻ്റണിയുടെ കേസ് പറഞ്ഞതുപോലെ തന്നെ ഒരു സീനിയർ ലേഡി ബിഗ് ബോസിൽ ഉണ്ടാകും. അതിൻ്റെ ഒരു ബേസിക് ഫോർമാറ്റ് വെച്ചിട്ട് ഇപ്പോൾ സീസൺ 1 മുതൽ 5 വരെയും എടുത്ത ആ ഒരു ഫോർമാറ്റ് വെച്ചിട്ട് ബിഗ് ബോസ് സീസൺ 6ലും ഈ 2 പേരിൽ ഒരാൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ബീന ആൻ്റണി അല്ലെങ്കിൽ മാല പാർവതി ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ദെൻ അടുത്തത് അമല ഷാജി. ബിഗ് ബോസ് സീസൺ 4 തൊട്ട് കേൾക്കുന്ന ഒരു പേര് തന്നെയാണ് അമല ഷാജി എന്നുള്ളത്. ബിഗ് ബോസ് സീസൺ 5ൽ എന്തായാലും ഉണ്ടാകുമെന്ന് പറഞ്ഞ ഒരാളാണ്. ഓഡീഷൻ കോൾ പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ 6ൽ താല്പര്യമുണ്ടെങ്കിൽ വരാനായിട്ട് എന്തുകൊണ്ടും ആപ്റ്റായ ഒരാൾ തന്നെയാണ്. കാരണം ഇൻസ്റ്റഗ്രാമിലൊക്കെ ഏകദേശം 50 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട്. യൂട്യൂബിലായാലും പിന്നെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ മുന്നോട്ട് പോകുന്ന കോൺട്രവേഴ്സീസിൽ എല്ലാത്തിലും അംഗമായ ഒരു വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാകും. പിന്നെ നമ്മുടെ വെറൈറ്റി മീഡിയയുടെ ആങ്കർ ആയിട്ടുള്ള അജിൻ വർഗീസും
ഇപ്പം അറിയാമല്ലോ നമ്മുടെ സജന ഫിറോസ് അവരുടെ പ്രശ്നത്തിലൊക്കെ നല്ല രീതിയിൽ ഇൻവോൾവ് ആയിട്ട് നല്ല ട്രോളുകൾക്കൊക്കെ ഇരയായ ഒരാൾ തന്നെയാണ്. അതിനും നമ്മുടെ ചാണ്ടി ഉമ്മനായിട്ടുള്ള ആ ഒരു എന്താണ് ഇൻ്റർവ്യൂ എല്ലാത്തിലും നല്ല ട്രോളുകൾക്ക് ഇരയായ ഒരാൾ തന്നെയാണ്. അത്യാവശ്യത്തിന് നല്ല ഫാൻ ബേസ് ഉള്ള ഒരു ആങ്കർ തന്നെയാണ് നമ്മുടെ അജിൻ വർഗീസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ 6 നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും സീസണിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നീട് മറ്റൊരു ആങ്കറായിട്ടുള്ള നമ്മുടെ വീണ നിങ്ങൾക്കറിയാം ബിഹൈൻഡ് വേർഡ്സിൽ ആങ്കറാണ്. ഇപ്പോൾ പുള്ളിക്കാരത്ത് അതിൽ നിന്നൊക്കെ പോയിട്ട് പുതിയ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് വീണ ഒരു അഖിൽമാരാറും ഭാര്യയുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ വീണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിലേക്ക് പോകുന്ന രീതിയിലൊരു സൂചനയൊക്കെ വീണയുടെ ഭാഗത്തുനിന്ന് ആ ഒരു ഇൻ്റർവ്യൂവിൽ നിങ്ങൾക്ക് കണ്ടവർക്ക് മനസ്സിലാകും. അപ്പോൾ വീണയ്ക്കും നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. വീണയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സീസണിൽ ഉണ്ടാകും. നല്ല സ്ട്രോങ് ലേഡി ആയിട്ട് ബിഗ് ബോസിൽ നിൽക്കാനായിട്ട് പറ്റുന്ന ഒരാൾ തന്നെയാണ് വീണ എന്ന് പറയുന്നത്. പിന്നീട് അടുത്തത് നമ്മുടെ ഉപ്പുമുളകിൽ നിന്ന് ആദ്യമൊക്കെ നല്ല ഫെയിം ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ കുറച്ച് നാളുകൾക്ക് എന്താണ് ഉപ്പുമുളകിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്ന് പറയാം. ആ ഉപ്പുമുളക് സെക്കൻഡ് വന്നപ്പോൾ നമ്മുടെ ഋഷി കുമാർ ഉപ്പുമുളകിൽ മുടിയനായിട്ട് അഭിനയിച്ചിരുന്ന ഋഷി കുമാർ നല്ല ഫാൻ ബേസ് ഉള്ള ഒരു ആക്ടർ തന്നെയാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല ഫോളോവേഴ്സ് ഉണ്ട്. അതിലുപരി യൂട്യൂബ് ചാനലുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യത്തിന് ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പുമുളകും ഇതായിട്ടുള്ള കോൺട്രവേഴ്സീസിലൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ 6 ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ദെൻ 11ാമത് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ യൂട്യൂബർ ആയിട്ടുള്ള ബിജു, നമ്മളെ കെ എൽ ബ്രോസിലെ ബിജുവിന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. ഈ കാര്യം ആരും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ അറിയുന്നത്. പക്ഷേ ബിജു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം എന്താണ് അത്യാവശ്യത്തിന് ഫെയിമിൽ നിൽക്കുന്ന ഒരു സമയം, കേരളത്തിലെ ഏറ്റവും വലിയ യൂട്യൂബർ, പിന്നെ പുള്ളിക്കാരന് എന്താണ് ഒരു പാവം മനുഷ്യന്, എന്താണ് ഇത്രയും സാലറി ഒക്കെ കിട്ടുന്ന ഒരു യൂട്യൂബർ, നമുക്ക് ഉള്ള വീഡിയോസും വ്യൂസും റീച്ചൊക്കെ കണ്ട് അറിയാൻ പറ്റും. നല്ല രീതിയിൽ സാലറി കിട്ടുന്ന ഒരു യൂട്യൂബറായിട്ടും ഒരു സാധാരണക്കാരൻ എങ്ങനെ ജീവിക്കുന്നു അതുപോലെ തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ബിജു. അപ്പോൾ തന്നെ നല്ലൊരു ഫാൻ ബേസ് പുള്ളിക്ക് ഉണ്ട്. ബിഗ് ബോസിലേക്ക് കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പടിക്കാൻ വരെയും യോഗ്യത ഉള്ള ഒരാൾ തന്നെയാണ് ബിജു എന്ന് പറയുന്നത്, നമ്മുടെ കെ എൽ ബ്രോസ്. അപ്പോൾ ബിജുവിനും ചാൻസ് ഉണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സീസണിൽ ബിജുവും ഉണ്ടാകും. അതേ അടുത്ത് നമ്മുടെ ലാസ്റ്റായിട്ട് പറയാനുള്ളത് അജ്മൽ ഖാനും ഇപ്പം നല്ല രീതിയിൽ എന്താണ് സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ അഖിൽ മാരാർ, ഡോക്ടർ റോബിൻ, സെറീന എല്ലാവരുമായിട്ട് കുറേ അധികം വീഡിയോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പുതിയതായിട്ട് വന്നിട്ടുണ്ട് അജ്മൽ ഖാൻ്റേത്. പിന്നീട് നല്ല ഫോളോവേഴ്സ് ഉള്ള ഒരാൾ തന്നെയാണ്. തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ 6 നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബിഗ് ബോസ് സീസൺ 6 അജ്മൽ ഖാനെയും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും പേരാണ് പറയാനുള്ളത്. ഇപ്പോൾ 12 പേരുടെ പേര് പറഞ്ഞു. ഇവരെല്ലാവരും ഓഡിഷൻ കോൾ പോയവരാണ്. ഏകദേശം 800ഓളം പേർക്ക് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച കുറച്ച് പേരുടെ പേരാണ് ഈ പറയുന്നത്. ഇത് പാർട്ട് 2 ആണ്. ഇനിയും പാർട്ട് 3 വരാനുണ്ട്. അന്വേഷണത്തിൻ്റെ ഇടയിലാണ്. 10 പേരുടെ പേരായി കഴിഞ്ഞാൽ അടുത്ത പാർട്ടിലേക്ക് പോകും. അപ്പോൾ 12 പേരുടെ പേരാണ് ഈ ഒരു പാർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാർട്ട് 1ൻ്റെ വീഡിയോ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ 6ൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനും ഇതുപോലുള്ള അപ്ഡേറ്റുകൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. താങ്ക് യു. ഞാൻ ഒന്നുകൂടി എടുത്തു പറയുന്നു, ഇത് പ്രഡിക്ഷൻ ലിസ്റ്റുകൾ മാത്രമാണ്. കൺഫേംഡ് ലിസ്റ്റ് എന്ന് ഒരിക്കലും പറയില്ല. കൺഫേംഡ് ലിസ്റ്റ് എന്തായാലും ബിഗ് ബോസ് തുടങ്ങിയതിന് ശേഷമേ നിങ്ങൾ അറിയുള്ളൂ. കാരണം ബിഗ് ബോസിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ വരെയും ആളുകൾ മാറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ പറയുന്ന ആളുകൾ കൺഫേംഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണെന്ന് വിശ്വസിക്കരുത്. ഒട്ടനവധി ആളുകൾക്ക് കോൾ പോയിട്ടുണ്ട്. അതിൽ നിന്ന് മൈന്യൂട്ട് നല്ല രീതിയിൽ സെലക്ട് ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ആളുകൾ മാത്രമേ 4 ടെസ്റ്റ് ഓഫ് ഇൻ്റർവ്യൂ ആണ് അവർക്കുള്ളത്. ഫസ്റ്റ് തന്നെ ഓഡിഷൻ, പിന്നെ ഇൻ്റർവ്യൂ, അതിനുശേഷം ഈ ഓഡിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അവരെ കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നത്, താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ ഇൻ്റർവ്യൂ, അങ്ങനെ അതിനുശേഷം വരുന്നതാണ് നമ്മുടെ ഇവർ മറ്റേ സിഗരറ്റ് വലിക്കുകയോ വെള്ളം അടിക്കുകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കൽ. ഇവർ ഫിസിക്കലി ഫിറ്റ് ആണോ, ബിഗ് ബോസിൽ ഈ ഒരു 100 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഫിസിക്കലി ഫിറ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് ഇവർ ഏറ്റവും ആപ്റ്റായ കണ്ടസ്റ്റൻ്റ് ആണെങ്കിൽ മാത്രമേ ബിഗ് ബോസ് സീസൺ 6ലേക്ക് ഒരു വരുള്ളൂ. അപ്പോൾ പ്രഡിക്ഷൻ ലിസ്റ്റുകൾ വിശ്വസിക്കരുത്, കൺഫേംഡ് ആണെന്ന് വിശ്വസിക്കരുത്. ഓഡിഷൻ കോൾ പോയവരെ മാത്രമാണ് ഈ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടി പറയുന്നു, ഇത് പറഞ്ഞില്ല എങ്കിൽ കുറച്ച് ഇതായി പോകും, അല്ലെങ്കിൽ കൺഫേംഡ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ഡീവിയേറ്റ് ആയി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇത് പ്രഡിക്ഷൻ ലിസ്റ്റ് മാത്രമാണ്. ഇനിയും പ്രഡിക്ഷൻ ലിസ്റ്റുകൾ വരാനുണ്ട്. ഒട്ടനവധി ആളുകൾക്ക് കോൾ പോയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. നമ്മുടെ കോൺട്രവേഴ്സീസിനും അതുപോലെ തന്നെ സീരിയലിലും ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ അഭിനയിക്കുന്ന ഒട്ടനവധി ആളുകൾക്ക് കോള് പോയിട്ടുണ്ട് ബിഗ് ബോസിൽ നിന്ന്. ഏകദേശം 800 പേരിക്കോളം അല്ലെങ്കിൽ 1000ഓളം പേർക്ക് കോള് പോയിട്ടുണ്ട്. അതിൽ നിന്ന് ഏറ്റവും മൈന്യൂട്ടായിട്ട് സെലക്ട് ചെയ്ത ആളുകൾ മാത്രമേ സീസണിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പ്രഡിക്ഷൻ ലിസ്റ്റുകൾ കൺഫേംഡ് ലിസ്റ്റുകളല്ല. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാതെ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണാൻ ശ്രമിക്കുക. താങ്ക്